സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റിച്ചിൻ്റെ പേരാണ് ഹാഫ് ഡബിൾ ക്രോഷ്യ. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടി ഫൗണ്ടേഷൻ ചെയിൻ സ്റ്റിച്ച് ആയിട്ടുള്ള 5 സ്റ്റിച്ചസ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി എക്സ്ട്രാ 1 ചെയിന് ആഡ് ചെയ്യാം. എല്ലാ റോ സ്റ്റാർട്ട് ചെയ്യുമ്പോഴും എക്സ്ട്രാ 1 മോർ ചെയിന് ആഡ് ചെയ്ത് കൊടുക്കണം ഹാഫ് ഡബിൾ ക്രോഷ്യക്കും. ഇനി സെക്കൻഡ് ചെയിനിലാണ് ഹാഫ് ഡബിൾ ക്രോഷ്യ സ്റ്റാർട്ട് ചെയ്യുന്നത്. സിംഗിൾ ക്രോഷ്യനെക്കാട്ടിലും ഒരു സ്റ്റെപ്പ് കൂടുതലാണ് ഹാഫ് ഡബിൾ ക്രോഷ്യ എന്ന് പറയുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് നോക്കാം. ഫസ്റ്റ് തന്നെ യാൺ ഓവർ ചെയ്ത് വെക്കും. ഓക്കെ, യാൺ ഓവർ പറയുമ്പോൾ യാൺ ജസ്റ്റ് ഹുക്കിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം. ഇതിനെ രണ്ടിനെ ഒന്ന് ഹോൾഡ് ചെയ്യാം. എന്നിട്ട് സെക്കൻഡ് ചെയിൻ സ്റ്റിച്ചിലാണ് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുന്നത്. യാൺ ഓവർ ചെയ്തിട്ട് സെക്കൻഡ് ചെയിൻ സ്റ്റിച്ചിലൂടെ മാത്രം യാൺ കൊണ്ടുവരും. നൗ 3 ലൂപ്സ് ഉണ്ടാവും ഹുക്കിൻ്റെ മുകളിൽ. എന്നിട്ട് യാൺ ഓവർ ചെയ്ത് 3 ലൂപ്സിനെയും ക്ലോസ് ചെയ്യും. യെസ്, അപ്പോൾ ഫസ്റ്റ് ഹാഫ് ഡബിൾ ക്രോഷ്യ റെഡിയായി. നെക്സ്റ്റ് വീണ്ടും യാൺ ഓവർ, അടുത്ത ചെയിൻ സ്റ്റിച്ചിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തു. യാൺ ഓവർ, ചെയിൻ സ്റ്റിച്ചിലൂടെ മാത്രം കൊണ്ടുവന്നു. 3 ലൂപ്സ് ഉണ്ടാവും ഹുക്കിൻ്റെ മുകളിൽ. യാൺ ഓവർ, 3 ലൂപ്സിനെയും ക്ലോസ് ചെയ്തു. സെക്കൻഡ് ഹാഫ് ഡബിൾ ക്രോഷ്യ റെഡിയായി. ഇനി ബാക്കിയുള്ള സ്റ്റിച്ചസിലൂടെ എല്ലാം ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കാം. തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്. ഫിഫ്ത്ത് ഹാഫ് ഡബിൾ ക്രോഷ്യ റെഡിയായി. അപ്പോൾ ഇതാണ് ഹാഫ് ഡബിൾ ക്രോഷ്യൻ്റെ സ്റ്റിച്ച് പാറ്റേൺ എന്ന് പറയുന്നത്.